ഹലോ വെൽക്കം ബാക്ക്. അപ്പോൾ ഇന്നത്തെ നമ്മുടെ റെസിപ്പി എന്ന് പറയുന്നത് നമ്മുടെ കപ്പ ബിരിയാണി പോലെ ഫേമസ് ആയിട്ടുള്ള ചക്ക ബിരിയാണീൻ്റെതാണ്. ചക്കയും ബീഫും കൊണ്ടുള്ളൊരു കോമ്പിനേഷനാണ്. അപ്പോൾ എല്ലാവരും വീഡിയോ ഫുള്ളായിട്ട് തന്നെ കണ്ടു നോക്കുക. എന്നിട്ട് ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ ലൈക്കും ഷെയറും ചെയ്യാൻ മറക്കല്ലേ. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. ഞാനിവിടെ ഒരു 3/4 കിലോ ബീഫ് എടുത്ത് വെച്ചിട്ടുണ്ട്. ബീഫും അതിൻ്റെ എല്ലും അതുപോലെ തന്നെ നെയ്യുള്ള പീസൊക്കെ ഇല്ലേ, അതെല്ലാം കൂടിയുള്ള കുറച്ച് ബീഫ് എടുത്ത് വെച്ചിട്ടുണ്ട്. ഇപ്പോൾ നന്നായിട്ട് കഴുകി വൃത്തിയാക്കി എടുക്കുക. അതിലേക്ക് ഒരു പിടി കറിവേപ്പില ചേർത്ത് കൊടുക്കുക. പിന്നെ വേണ്ടത് ഒരു 3 ടേബിൾ സ്പൂണോളം ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടി ചതച്ചതാണ്. ഒരു വലിയ തുണ്ടം വെളുത്തുള്ളിയും അതുപോലെ തന്നെ ഒരത്യാവശ്യം വലിപ്പമുള്ളൊരു പീസ് ഇഞ്ചിയും കൂടി രണ്ടും കൂടി ഒരുമിച്ചിട്ട് ചതച്ചത് ഒരു 3 ടേബിൾ സ്പൂൺ ഉണ്ട്, അത് ചേർത്ത് കൊടുക്കുക. പിന്നെ വേണ്ടത് ഒരു 5 പച്ചമുളകാണ്. ഇങ്ങനെ നടുകനെ ഇതുപോലെ കീറിയിട്ട് അതിട്ട് കൊടുക്കുക. ആദ്യം നമ്മൾ ഈ ബീഫൊന്ന് മാഗ്നേറ്റ് ചെയ്തെടുക്കുക കേട്ടോ. അതാണിപ്പോൾ നമ്മൾ ചെയ്യുന്നത്. ഇനി നമുക്ക് വേണ്ടത് ഇതിലേക്ക് കുറച്ച് മസാലകൾ ചേർക്കണം. ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുക. 3/4 ടീസ്പൂൺ ഗരം മസാല പൊടിച്ചത് ചേർത്ത് കൊടുക്കുക. 1 ടീസ്പൂൺ നമ്മുടെ കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കുക. ഇനി വേണ്ടത് മല്ലിപ്പൊടിയാണ്. അപ്പോൾ ഒരു 2 ടീസ്പൂൺ നിറയെ, അപ്പോൾ നമ്മൾ ടീസ്പൂണിൽ എടുക്കുമ്പോൾ ഒരുപാട് നിറച്ചെടുക്കുക, നമ്മൾ ടീസ്പൂണിൽ പൊക്കിയെടുക്കുക. 2 ടീസ്പൂൺ നിറയെ നമ്മുടെ മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കുക. അതുപോലെ തന്നെ 1 ടീസ്പൂൺ നിറയെ മുളക് പൊടി കൂടി ചേർത്ത് കൊടുക്കുക. അപ്പോൾ ഇത്രയും മസാലകൾ മതി. ഇനി നമുക്കിത് കൈകൊണ്ട് നന്നായിട്ടൊന്ന് തിരുമ്മിയെടുക്കണം. ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സാക്കി എടുത്ത ശേഷം ഒന്ന് ഫിസിലാക്കി എടുക്കണം. അപ്പോൾ നമ്മൾ കുക്കറിലാണ് കേട്ടോ ഫിസിൽ ചെയ്തെടുക്കാൻ പോകുന്നത്. അപ്പോൾ നമ്മൾ നോർമൽ അടുപ്പിൽ വെക്കുമ്പോൾ നല്ല ടൈം എടുക്കും, അതുകൊണ്ട് തന്നെ നമ്മൾ കുക്കറിലാണ് ചെയ്യുന്നത്. അപ്പോൾ ഞാനിവിടെ എൻ്റെ കുക്കർ എടുത്തിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ മാഗ്നേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ബീഫ് ചേർത്ത് കൊടുത്തിട്ട് ആ സെയിം പാത്രം തന്നെ ഒരു 1/2 ഗ്ലാസ് വെള്ളത്തിലൊന്ന് കഴുകി ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ. 1/2 ഗ്ലാസ് വെള്ളത്തിൻ്റെ ആവശ്യമേ ഉള്ളൂ. ബാക്കി വെള്ളം നമ്മുടെ ബീഫിൽ നിന്ന് ഊറിക്കോളും. എൻ്റെ ഒരു കുക്കറിന് ഒരു 6 7 ഫിസിലിൻ്റെ ആവശ്യം വരും. അപ്പോൾ നിങ്ങളുടെയൊക്കെ കുക്കറിൻ്റെ രീതിക്കനുസരിച്ച് ഫിസിൽ മാറ്റം വരാം. അപ്പോൾ നമുക്കിതൊന്ന് വേവിച്ചെടുക്കാം. ഇതൊന്ന് വെന്ത് വരുന്ന ആ ഒരു ടൈം കൊണ്ട് നമുക്ക് മസാല തയ്യാറാക്കാം. അപ്പോൾ ഞാനിവിടെ ഒരു പാത്രത്തിൽ ഒരു 3 ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അതിലേക്കൊരു 3 സവാള, ഒന്ന് മീഡിയം സൈസിലുള്ള സവാളയാണെങ്കിൽ 3 എടുക്കുക, വലിയ സവാള ആണെങ്കിൽ 2 മതിയാകും കേട്ടോ. എന്നിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക. കൂടെ കുറച്ച് കറിവേപ്പില കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. കൂടെ തന്നെ നമ്മുടെ ഈ സവാള ഒന്ന് വഴണ്ട് വരാനായിട്ടുള്ള ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കുക. എന്നിട്ട് ഇത് നന്നായിട്ട് വഴറ്റിയെടുക്കുക. ഇപ്പോൾ ഇതാ നമ്മുടെ സവാളയ്ക്ക് നന്നായിട്ട് വാടി കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് കുറച്ച് മസാലകൾ ചേർക്കാം. നമ്മൾ നേരത്തെ മസാലകൾ ചേർത്തത് കൊണ്ട് തന്നെ വളരെ കുറച്ച് മാത്രം മതി. 1 ടീസ്പൂൺ മല്ലിപ്പൊടി, 1 ടീസ്പൂൺ മുളക് പൊടി, 1/2 ടീസ്പൂൺ ഗരം മസാല പൊടിച്ചത്, അതുപോലെ 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി, ഒരു 1/4 ടീസ്പൂൺ മാത്രം മഞ്ഞൾപ്പൊടി. ഇത്രയും മതി. ബാക്കി നമ്മൾ ബീഫ് വേവിക്കാനായിട്ട് വെച്ചപ്പോൾ ചേർത്തിട്ടുണ്ട്. ഇനി ഇത്രയും മസാലകൾ കൂടി ചേർത്ത ശേഷം നിങ്ങൾ ഒന്ന് മിക്സാക്കി കൊടുക്കുക. നമ്മുടെ ഈ മസാലയുടെ പച്ചമണമൊക്കെ ഒന്ന് മാറ്റിയെടുക്കുക. അളവ് ഞാൻ കൃത്യമായിട്ട് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം കേട്ടോ. അപ്പോൾ അത് നോക്കി നിങ്ങൾ ചെയ്താൽ മതിയാകും. ഇനി ഇതാണ്ടേ നമ്മുടെ ഈ മസാലയുടെ പച്ചമണം മാറി വരുമ്പോൾ നമ്മൾ വേവിച്ച് വെച്ചിട്ടുള്ള ബീഫ് കൂടി ചേർത്ത് കൊടുക്കുക. അതിനുശേഷം നമ്മുടെ ഇതൊന്ന് നന്നായിട്ട് മിക്സാക്കിയ ശേഷം നമ്മുടെ മെയിനായിട്ടുള്ള ഇൻഗ്രീഡിയൻറ്റ് ചേർത്ത് കൊടുക്കുക. ചക്ക, ഞാൻ നമ്മുടെ ചക്ക ഇതുപോലെ നമ്മുടെ പച്ചച്ചക്കയില്ലേ, അത് ഇതുപോലെ ചെറിയ പീസസ് ആയിട്ട് ഒന്ന് കട്ടാക്കി വെച്ചിട്ടുണ്ട്. അത് നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. നമ്മൾ ഈ ടൈമിൽ വെള്ളമൊന്നും ചേർക്കുന്നില്ല കേട്ടോ. ഈ ചക്ക കൂടി ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സാക്കി എടുക്കുന്നുണ്ട്. നമ്മുടെ ബീഫും ചക്കയും കൂടി ഒന്ന് മിക്സാക്കിയ ശേഷം ഒരു 10 മിനിറ്റ് നിങ്ങളൊന്ന് അടച്ചു വെച്ച് കുക്ക് ചെയ്തെടുക്കുക. അപ്പോഴേക്കും നമ്മുടെ ചക്കയിൽ ഒന്ന് ആവിയൊക്കെ കയറിയിട്ട് ചക്ക നന്നായിട്ട് വെന്ത് കിട്ടും. അതിനുശേഷം നമുക്കിതിലേക്ക് ഒരു അരപ്പ് കൂടി ചേർത്ത് കൊടുക്കാനായിട്ടുണ്ട്. അപ്പോൾ അതാണ്ട് നമ്മളൊരു 10 മിനിറ്റ് അടച്ചു വെച്ച് കുക്ക് ചെയ്തെടുക്കുന്നുണ്ട്. ഒരു 10 മിനിറ്റിന് ശേഷം നമ്മൾ തുറന്ന് നോക്കുമ്പോൾ നമ്മുടെ ചക്കയ്ക്ക് അത്യാവശ്യം വെന്ത് വന്നിട്ടുണ്ട്. ഈ ഒരു ടൈമിൽ നമുക്കിതിലേക്ക് ഒരു അരപ്പ് ചേർത്ത് കൊടുക്കാം. അതിനായിട്ട് നമ്മുടെ തേങ്ങ വേണം. തേങ്ങ നന്നായിട്ട് വറുത്തെടുക്കണം കേട്ടോ. ഞാനിപ്പോൾ ആദ്യമേ തന്നെ വറുത്ത തേങ്ങ ഉള്ളത് കൊണ്ടാണ് വറുക്കുന്നത് കാണിക്കാത്തത്. നോർമൽ നമ്മൾ വറുത്തരച്ച കറിക്കൊക്കെ ചെയ്യുന്നത് പോലെ നമ്മുടെ തേങ്ങ ഒന്നെടുത്ത് ഒരു 1/2 കപ്പ് തേങ്ങ എടുത്ത് ഇതുപോലെ ഒന്ന് വറുത്ത് നല്ല ബ്രൗൺ കളറാക്കി എടുക്കുക. വേറെ ഒന്നും ചേർക്കണ്ട കേട്ടോ. അതിലേക്ക് നമ്മൾ ആ വറുത്തെടുത്ത തേങ്ങയിലേക്ക് ഒരു 1/4 ടീസ്പൂൺ ചെറിയ ജീരകം ഇല്ലേ, നല്ല ജീരകം, അതും കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് അരച്ചെടുക്കുക. അതിനുശേഷം ഒരുപാട് വെള്ളമൊന്നും ചേർത്ത് അരയ്ക്കേണ്ട ആവശ്യമില്ല. അതിനുശേഷം ആ ഒരു അരപ്പ് നമ്മുടെ ഈ ചക്കയിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് ഉടച്ചു കൊടുക്കുക. നിങ്ങൾക്ക് ചക്ക ഒരുപാട് ഉടഞ്ഞിരിക്കുന്നത് ഇഷ്ടമല്ല എങ്കിൽ ഒരുപാട് കുത്തിയടക്കേണ്ട ആവശ്യമൊന്നുമില്ല. അപ്പോൾ അതാണ്ട്
അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ള നമ്മുടെ കപ്പ ബിരിയാണി പോലെ തന്നെ ടേസ്റ്റി ആയിട്ടുള്ള ചക്ക ബിരിയാണി ഇവിടെ റെഡി ആയിട്ടുണ്ട്. എന്നിട്ട് അവസാനം നമ്മൾ കപ്പ ബിരിയാണിയിലൊക്കെ ചെയ്യുന്നത് പോലെ തന്നെ ഒന്ന് പച്ച സവാള ഇതുപോലെ ഒന്ന് ഇട്ട് കൊടുക്കുക. നിങ്ങൾക്ക് വേണമെങ്കിൽ ഈ ഒരു ടൈമിൽ താളിച്ചെടുക്കാം കേട്ടോ. അപ്പോൾ ഞാനിപ്പോൾ താളിക്കുന്നില്ല, ഇത്രയേ ചെയ്യുന്നുള്ളൂ. നമ്മുടെ പച്ച സവാള ഒന്ന് കട്ടാക്കി ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ള ചക്ക ബിരിയാണീൻ്റെ റെസിപ്പിയാണ്. അപ്പോൾ എല്ലാവരും മസ്റ്റായിട്ടും ട്രൈ ആക്കി നോക്കിയിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്കൊക്കെ അറിയിക്കുക. നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കും ഷെയർ ആക്കി കൊടുക്കുക. അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ആകാതെ കാണുന്ന വ്യൂവേഴ്സ് ആണെങ്കിൽ സബ്സ്ക്രൈബ് ആക്കുക. പുതിയ റെസിപ്പീസും വീഡിയോസും ഒക്കെ ആയിട്ട് വരുന്നത് വരെ ഇൻഷാ അല്ലാ. താങ്ക് യു, ബൈ.